Hi all, today we can deal with a new poem titled The Wreck of the Titanic. It's a poem about one of the greatest tragedies happened at sea. It was on 14th April 1912. The Titanic, the ship Titanic, which carried 2,100 passengers and her crew collided with an iceberg and sank into the depth of Atlantic Ocean. 1912 ഏപ്രിൽ 14 ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതും വലുതുമായിട്ടുള്ള കപ്പലുകളിൽ ഒന്നായിട്ടുള്ള ടൈറ്റാനിക് അതിൻ്റെ മെയ്ഡൻ ജേർണിയിൽ തന്നെ ആദ്യത്തെ യാത്രയിൽ തന്നെ തകർന്നു പോകുന്നതും 1500ഓളം ആൾക്കാർ മരണപ്പെടുന്നതും. അപ്പോൾ ആ ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ടുള്ള പോമാണ് ദ റെക്ക് ഓഫ് ദി ടൈറ്റാനിക്. ഇത് വലിയൊരു ട്രാജഡി ആണെങ്കിൽ കൂടിയും ദിസ് ട്രാജഡി ഓൾസോ എക്സ്പോസ്ഡ് സം ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആക്ട്സ് ഓഫ് കറേജ് ആൻഡ് ഹീറോയിസം. ബ്രിട്ടീഷുകാരുടെ ഒരുപാട് തരത്തിലുള്ള ഹീറോയിസത്തിന് അവരുടെ ജീവിതത്തിലെ ഒരു ധീരതയെ കൂടി കാണിച്ചു തരുന്ന ഒരു ദുരന്തമായി മാറിയിരുന്നു അത്. ടൈറ്റാനിക് എന്ന കപ്പൽ തകർന്ന് അടിയുമ്പോൾ തന്നെ അതിലെ യാത്രക്കാരായിട്ടുള്ള അതുപോലെ തന്നെ അതിൻ്റെ ക്രൂവിലുള്ള ആൾക്കാരായിട്ടുള്ളവരുടെ ധീരതയെയും ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു സംഭവമായിരുന്നു ദ റെക്ക് ഓഫ് ദ ടൈറ്റാനിക്. റെക്ക് മീൻസ് ആക്ച്വലി ടു ഡിസ്ട്രോയ് ഓർ ബാഡ്ലി ഡാമേജ് സംതിങ്. We use the collapse of, we never say the collapse of ship, destruction of the ship. We can say a wreck of the ship. So the wreck of the Titanic. Let's start the poem. Out of Southampton she swung with a stream, a poem of iron and steel, a sea dream, and thousands on shore watched her steaming away, the largest and grandest of all ships that day. സതാംപ്ടണിൽ നിന്നാണ്, ഇംഗ്ലണ്ടിലെ സതാംപ്ടണിൽ നിന്നാണ് ടൈറ്റാനിക് പുറപ്പെടുന്നത്. ഷി സ്വങ് വിത്ത് സ്ട്രീം. ഇറ്റ് മൂവ്സ്. ദ മൂവ്മെന്റ് ഓഫ് ടൈറ്റാനിക് സേസ് ഇൻ ദാറ്റ് വേ. Swung with the stream. It was like a poem of iron and steel. ഇരുമ്പിലും ഉരുക്കിലും തീർത്ത ഒരു കവിത, ഒരു കാവ്യം തന്നെയായിരുന്നു ടൈറ്റാനിക്. എ സീ ഡ്രീം. കടലിൽ ഉണ്ടായ ഒരു സ്വപ്നം, അല്ലെങ്കിൽ ഒരു സ്വപ്നം പോലുള്ള ഒരു കപ്പലായിരുന്നു ടൈറ്റാനിക്. ആൻഡ് തൗസൻഡ്സ് ഓൺ ഷോർ വാച്ച്ഡ് ഹെർ സ്റ്റീമിംഗ് അവേ ദ ലാർജസ്റ്റ് ആൻഡ് ദ ഗ്രാൻഡസ്റ്റ് ഓഫ് ഓൾ ഷിപ്സ് ദാറ്റ് ഡേ. ഒരുപാട് ആൾക്കാർക്ക് ആ കന്നി യാത്രയിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയവർ ഉണ്ടായിരുന്നു, കിട്ടാത്തവരുണ്ടായിരുന്നു. 2200ഓളം പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ നിങ്ങൾ ഒരു പക്ഷെ ടൈറ്റാനിക് സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും, അവസാന നിമിഷം ഒക്കെ ടിക്കറ്റ് സംഘടിപ്പിച്ച് അതിൽ കയറുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഇത്രയും മനോഹരമായ ആ ഒരു ഷിപ്പിൽ കയറാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരുപാട് പേര് തീരത്ത് നിന്ന് നോക്കുവാണ്. ദ സ്റ്റീമിംഗ് അവേ, വാച്ച്ഡ് ഹെർ സ്റ്റീമിംഗ് അവേ. കപ്പലിന്റെ വി ക്യാൻ സി വൺ തിങ് ദാറ്റ് ഹിയർ വി യൂസ് ഫെമിനിൻ ജെൻഡർ പ്രോണൗൺ ഫോർ ഷിപ്സ്. പഴയകാലത്ത് രാജ്ഞിമാരുടെയൊക്കെയും പേരിലൊക്കെ ആയിരുന്നു കപ്പലുകൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കപ്പലിനെ നമ്മൾ എപ്പോഴും ഒരു ഫെമിനിൻ ജെൻഡർ, സ്ത്രീലിംഗമായിട്ട് പ്രോണൗണിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഹെർ എന്ന് ഉപയോഗിച്ചത്. വി നെവർ സേ ഇറ്റ് വിത്ത് ഷിപ്പ്. ആക്ച്വലി നമ്മൾ മറ്റ് വാഹനങ്ങൾക്കൊക്കെ ഇറ്റ് ഉപയോഗിക്കാറുണ്ടെങ്കിലും ടു മെൻഷൻ ദ ഷിപ്പ് വി യൂസ് ഫെമിനിൻ ജെൻഡർ പ്രോണൗൺ ഷീ, ഹെർ. സ്റ്റീമിംഗ് അവേ ദ ലാർജസ്റ്റ് ആൻഡ് ഗ്രാൻഡസ്റ്റ് ഓഫ് ഓൾ ഷിപ്സ് ദാറ്റ് ഡേ. അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ ഏറ്റവും വലുതും അല്ലെങ്കിൽ അതിമനോഹരമായതും അതിവിശാലമായിട്ടുള്ള ഒരു കപ്പലായിരുന്നു ടൈറ്റാനിക്. ടൈറ്റാനിക് മൂവ് ചെയ്യാണ്, ആദ്യത്തെ മൂവിങ് തുടരുകയാണ് അതിന്റെ. ആൻഡ് ദ 1000 ഓൺ ബോർഡ് ഡിഡ് സെക്യൂരിറ്റി ഫീൽ, ഫോർ നോ ഐ സോ ഡെത്ത് ആസ് he stood at the wheel. Captain stood at the wheel, directing her course to the echoless shore, her first and last haven of nevermore.
ആയിരത്തിലധികം 2100 ആൾക്കാർ കപ്പലിലുണ്ട്. അവർക്കൊക്കെ അവിടെ യാത്ര വളരെ സെക്യൂരിറ്റിയോട് കൂടിയുള്ളതായിരുന്നു തോന്നി. ആരും തന്നെ മരണത്തെ കാണാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുരന്തത്തിനെ അഭിമുഖീകരിക്കാനോ പറ്റി ചിന്തിച്ചിട്ടുണ്ടായിട്ടില്ല. ബട്ട് ആസ് ഹി സ്റ്റുഡ് അറ്റ് ദ വീൽ, ക്യാപ്റ്റൻ directing her course to the echoless shore. വളരെ ധീരനായിട്ടുള്ള ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, ക്യാപ്റ്റൻ സ്മിത്ത്, കപ്പലിനെ വളരെ വളരെ പാടവത്തോടെ അദ്ദേഹത്തിന്റെ കഴിവോടുകൂടി അതിനെ നയിക്കുകയാണ്. സ്റ്റുഡ് അറ്റ് ദ വീൽ, ക്യാപ്റ്റൻ stood at the wheel directing her. Stood at the wheel means he is leading the ship with his courage and his capacity to guide that. Directing her course to the echoless, അതിന്റെ ഒഴുക്കിനെ കപ്പലിന്റെ യാത്രയെ കോഴ്സ് ഓഫ് ദ ഷിപ്പ് ഇക്കോലസ് ഷോർ. വളരെ നമുക്കറിയാം കടലിന്റെ അത്രയും വലിയ അറ്റ്ലാന്റിക് ഓഷന്റെ അത്രയും വലിയ ആ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഇക്കോലസ് ഷോറിലൂടെ കപ്പലിങ്ങനെ നീങ്ങുകയാണ്. Her first and last haven of nevermore. But it was her first and last. It was the first and last space of Titanic. That was the last and first trip. A safe trip. That is what called safe and safe beauty place. That is called haven. That was the last trip of the last and simultaneously it was the first and last journey, last voyage that never more. After that it had no journey because it got stuck in that her maiden journey. She was the last best work of man, and on her first voyage was speeding when out of the darkness, out of the night, loomed an ominous form of ghostly white. She was the last year it is the latest and best work of man. Ship is a man-made, and from the man-made ships it can be considered as the latest and best. And on her first voyage means the journey across through the sea. Voyage was speeding. It was moving out of the darkness. But അപ്പോഴാണ് നമുക്ക് അവിടെ സംഭവിച്ച ദുരന്തത്തെ പറ്റി നമ്മൾ കാണുന്നത്. Out of the darkness, out of the night, loomed an ominous form of ghostly white. അവിടെ റിഫ്ലക്റ്റഡ് ആവുന്നത് എന്താണ്? ഒരു വലിയൊരു ominous form of ghostly white. Ominous here we can be object that looks larger, വളരെ വലുതും വളരെ ദുരന്തം ജനിപ്പിക്കുന്നതുമായിട്ടുള്ള a ghostly white. A ghostly white means that iceberg, it had the color of ghost. It was a symbol of what we can call a danger thing. A ghostly white. Ghostly white gives a worrying impression, a fearful, extremely pale that generates fear. നമുക്ക് വളരെ പേടി തോന്നുന്ന, അതുകൊണ്ടാണ് ഗോസ്റ്റ് എന്നുള്ളൊരു വാക്ക് അവിടെ വന്നത്. A ghostly white iceberg. It was a towering mountain of ice, gigantic as ever was seen on the North Atlantic. She struck with a shiver from stem to stern and was rapidly sinking. All soon did learn that the iceberg were Titanic hit. ടൈറ്റാനിക് ഇടിച്ച ആ മഞ്ഞുമല വളരെ വലുതാണ്. നമുക്കറിയാം കടലിൽ ഉണ്ടാവുന്ന മഞ്ഞുമലകൾ, ഐസ്ബർഗ് നമുക്ക് അത്ര വളരെ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റാത്ത ഒന്നാണ്. വെള്ളത്തിൽ വീണെടുക്കുന്ന ഐസ്ബർഗ് മഞ്ഞുമല നമുക്ക് അത്ര പെട്ടെന്ന് കാണാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു വളരെ വലിയ മഞ്ഞുമലയിലാണ്, ഇറ്റ് വാസ് എങ്ങനെയുള്ള മഞ്ഞുമലയാണ്? എ ജൈജാന്റിക്, അതിഭീമാകാരമായിട്ടുള്ള ആകൃതിയിലുള്ള ടവറിംഗ് മൗണ്ടെയിൻ, വളരെ ഉയരത്തിലുള്ള ഐസ് മൗണ്ടെയിനിലാണ് ടൈറ്റാനിക് ഇടിക്കുന്നത്. ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് എൻ ഐസ് മൗണ്ടെയിൻ ഓഫ് ഐസ്
that was never seen on the North Atlantic. ഇതിനു മുമ്പേ ഉണ്ടായ ഇതുവരെ ഇത്രയും വലിയൊരു മഞ്ഞുമല കടലിൽ രൂപപ്പെട്ടിട്ടുണ്ടായിട്ടില്ല. അത്രയും വലിയ മഞ്ഞുമലയായിരുന്നു അത്. ഷി സ്ട്രക്ക് വിത്ത് എ ഷിവർ. ഒടുവിൽ ടൈറ്റാനിക് അതിലിടിക്കുകയാണ്. വിത്ത് എ ഷിവർ, ഒരു വിറയലോടുകൂടി. ഫ്രം സ്റ്റെം ടു സ്റ്റേൺ. നിങ്ങൾ അതിന്റെ സിനിമയിലും ചിത്രങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. യഥാർത്ഥ ചിത്രമല്ലെങ്കിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത്രയും വലിയ കപ്പൽ അതിനെ മുഴുവനായിട്ട് അതിലിടിച്ചിട്ട് അത് കുത്തനെ നിൽക്കുകയാണ്. ഫ്രം സ്റ്റെം ടു സ്റ്റേൺ, ഫ്രം വൺ എൻഡ് ടു അനദർ. പൂർണ്ണമായും അത് അതിൽ ചെന്നിടിക്കുകയുണ്ടായി. ആൻഡ് വാസ് റാപ്പിഡ്ലി സിങ്കിങ് ആൻഡ് ഓൾ സൂൺ ഡിഡ് ലേൺ. ഇടിയുടെ ആഘാതത്തിൽ അപ്പോൾ തന്നെ കപ്പൽ മുങ്ങാൻ തുടങ്ങി. ഓൾ സൂൺ ഡിഡ് ലേൺ. യാത്രക്കാർക്കൊക്കെ കാര്യം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. Then Captain Smith, her commander, brave, thought not one moment his own life to save, but stood on the bridge, calling out to the crew, "Remember your country, be British, be true." Then Captain Smith, her commander of Titanic, he asked all to be brave, thought not one moment. അദ്ദേഹം ഒരു തവണ പോലും അദ്ദേഹത്തിന്റെ ഹിസ് ഓൺ ലൈഫ് ടു സേവ്, ഒരു കപ്പലിന്റെ ക്യാപ്റ്റൻ അദ്ദേഹത്തിന്റെ ജീവിതത്തെ രക്ഷിക്കാൻ ഇങ്ങനെ ഒരു വലിയ അപകടത്തിൽ കപ്പൽ അകപ്പെട്ടു എന്നവരെങ്കിൽ കൂടിയും ഈ അപകടത്തിന്റെ തീവ്രത ശരിക്കും ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത് അതിന്റെ ക്യാപ്റ്റനാണ്. പക്ഷെ ഇങ്ങനെ ഒരു വലിയ അപകടത്തിലാണ് ഈ കപ്പൽ ചെന്ന് പെട്ടിട്ടുള്ളത് എന്ന് അറിഞ്ഞിട്ട് കൂടിയും ക്യാപ്റ്റൻ എന്ത് ചെയ്തില്ല? സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കാതെ what did he do? He stood on the bridge. Bridge means a commanding room of the ship. കപ്പലിനുള്ളിലെ കമാൻഡിങ് കാര്യങ്ങളൊക്കെ പറയുന്ന ആ റൂമിനെയാണ് we call bridge. From the bridge, calling out to the crew, "Remember your country, be British, be true." കപ്പൽ മുങ്ങാൻ പോകുന്നു എന്നുള്ള ഒരു അവസ്ഥ കണ്ട് വളരെ പാനിക്കായിട്ടുള്ള, വളരെ പരിഭ്രാന്തരായിട്ടുള്ള ആൾക്കാരോട് വളരെ ധീരോദാത്ത ഭാവത്തോടു കൂടി ക്യാപ്റ്റൻ പറയുകയാണ്. വളരെ ധൈര്യത്തോടു കൂടി ക്യാപ്റ്റൻ പറയുകയാണ്. എന്താണ് പറയുന്നത്? "Remember, don't be panic, don't fear about anything, because remember your country, be British, be true." ബ്രിട്ടീഷുകാരോടായിട്ടുള്ള യാത്രക്കാരോട് ക്യാപ്റ്റൻ പറയുന്നു, നിങ്ങൾ ഒരിക്കലും പതറരുത്, ഒരിക്കലും പേടിച്ച് നിൽക്കരുത്. യു നീഡ് ടു റിമെമ്പർ വൺ തിങ്, ദാറ്റ് യു നീഡ് ടു റിമെമ്പർ അബൌട്ട് യുവർ കൺട്രി. ഈ ലോകം മുഴുവൻ കീഴ്പ്പെടുത്താൻ അന്നത്തെ കാലത്ത് ശക്തി ഉണ്ടായിട്ടുള്ള, സൂര്യനസ്തമിക്കാത്തത്രയും സാമ്രാജ്യം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുണ്ടായിട്ടുള്ള അത്രയും ശക്തമായിട്ടുള്ള രാജ്യത്തെ ജനങ്ങളാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. പേടി തോന്നുകയാണെങ്കിൽ യു റിമെമ്പർ അബൌട്ട് യുവർ കൺട്രി ആൻഡ് ബി ബ്രിട്ടീഷ്, ബി ട്രൂ. ഒരു ഉറച്ച ബ്രിട്ടീഷുകാരനായിട്ട് അത്രയും ധൈര്യത്തോടു കൂടി നിങ്ങളിവിടെ നിൽക്കൂ. ആൻഡ് ബി ട്രൂ. He continues his brave words in next stanza to see. Be British, be true, and England and Ireland and Scotland and Wales proved there to the world. Their valor never fails. The women and children first was their cry, and every one of the crew stood by. He says something that you need to be like England, Ireland and Scotland and Wales. These are the countries who were the part of Britain. These countries collectively called Great Britain. ബ്രിട്ടനിലെ ഓരോ സഖ്യരാജ്യങ്ങളാണ് ഇവയൊക്കെ. ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലാൻഡ് ആൻഡ് വെയിൽസ്. അപ്പോൾ ഈ രാജ്യത്തിലുള്ള ആൾക്കാരും ബ്രിട്ടീഷുകാരെന്നൊക്കെ വിളിക്കപ്പെടാം. ഈ രാജ്യക്കാരെയും നമ്മൾ ബ്രിട്ടീഷുകാരെന്ന് വിളിക്കപ്പെടാം. അപ്പോൾ ഇവരൊക്കെ വളരെ ധീരോദാത്തരായിട്ടുള്ള ആൾക്കാരായിരുന്നു. ലോകം കീഴടക്കിയ ആൾക്കാരായിരുന്നു. അപ്പോൾ നിങ്ങളും ധൈര്യം കൈവിടാതെ നിൽക്കണമെന്നാണ് ക്യാപ്റ്റൻ പറയുന്നത്. ദേ പ്രൂവ്ഡ് ടു ദ വേൾഡ്. ലോകത്തിന് ബ്രിട്ടീഷുകാർ കാണിച്ചു കൊടുത്ത their valor, their great courage that never fails. അതൊരിക്കലും പരാജയപ്പെട്ടു പോകാറില്ല. The women and children first was their cry, and every one of the crew stood by.
ആദ്യം നമുക്ക് സ്ത്രീകളെയും കുട്ടികളെയും ഇവാക്യുവേറ്റ് ചെയ്യാം. ഇവാക്യുവേഷൻ, വി നോ ദാറ്റ് വി ആർ ട്രൈയിങ് ടു റെസ്ക്യൂ ഇഫ് ദർ ഈസ് എനി ഡിസാസ്റ്റർ. വി rescue people from particular place to a safe place. That is called evacuation. So let us evacuate the children and ladies first. Then one by one every one of the crew can be evacuated. So everybody became ready, stood by. They were ready to rescue everyone, and the captain motivated everyone by saying them that we needed to be very brave. മുങ്ങാൻ പോകുന്ന കപ്പലിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ. And then boats were lowered and sent away that cut off all hope save eternity, and the Titanic sank from sight beneath the sea. Here it is neath, actually it is beneath the sea, while her band played nearer my God to thee. When the ship started sinking, കപ്പൽ മുങ്ങാൻ പോയപ്പോൾ എന്താ സംഭവിച്ചത്? ബോട്ടുകളിലായി. and the boats lowered, sent away. തുടക്കത്തിൽ തന്നെ കുട്ടികളെയും സ്ത്രീകളെയൊക്കെ ആദ്യം ബോട്ടിലേക്ക് കയറ്റി അവരെ തീരത്തേക്ക് കൊണ്ടുപോവുകയുണ്ടായി. പക്ഷെ അത് അധിക സമയം നീണ്ടുന്നില്ല ആ ഒരു രക്ഷാപ്രവർത്തനം. That cut off all hope save eternity. ജോലിക്കാർക്ക് ഒരിക്കലും അവരെ സേവ് ചെയ്യാനുള്ള ഒരു സാധ്യത ഇല്ലാതായി മാറി. സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിച്ചു, അപ്പൊ അവരുടെ സാധ്യത ഇല്ലാതായി. Cut all their hope of eternity. And then Titanic sank from the sight. മുഴുവനായിട്ട് കപ്പൽ മുങ്ങി. Sank from the sight beneath the sea. Beneath, here it is the old use of beneath the sea, while her band played nearer my God to thee. But one thing is very important is here, that when the Titanic was sinking, Titanic മുങ്ങി താവുമ്പോൾ ടൈറ്റാനിക് കപ്പലിലെ മ്യൂസിക് ബാൻഡ്, ഓരോ കപ്പലിലും ഇത്തരത്തിലുള്ള പരിപാടികൾ അവതരിപ്പിക്കുന്ന കലാകാരന്മാർ കൂടി ഉണ്ടാവും. അപ്പോൾ ആ കലാകാരന്മാർ വളരെ ധൈര്യത്തോടു കൂടി, വളരെ ആവേശത്തോടു കൂടി നിയറർ മൈ ഗോഡ് ടു ദീ, ദൈവത്തിന്റെ അടുത്തേക്ക് നമ്മളിതാ എത്തുന്നു എന്നുള്ള ക്രിസ്ത്യൻ റിലീജിയസ് സോങ് വായിക്കുകയായിരുന്നു. ബാൻഡ് ആ സോങ് ആണ് ആ സമയത്ത് പാടുന്നുണ്ടായിരുന്നത്. അതായത് മരണത്തിലാണെങ്കിലും ഇത്തരത്തിൽ മഹത്തരമായിട്ടുള്ള ഒരു കപ്പലിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത് മരണത്തിലേക്ക് എത്തുന്നത് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവർ ധൈര്യം ഒട്ടും കൈവിടാതെ മരണത്തെ കൈവരിക്കുന്നത്. അതുപോലെ തന്നെ ദൈവത്തിലേക്കുള്ള യാത്ര, ദൈവത്തിന്റെ അടുത്തേക്ക് എത്തുന്നത് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. Was there ever a scene so awfully grand as that sinking ship with her playing band? All glory to Smith and the Titanic's men. They bring Trafalgar's heroes to memory again. നോക്കൂ, എത്ര മഹത്തരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. That was ever a scene so awfully grand. അതിമനോഹരമായ, പ്രശസ്തമായ ഒരു കാഴ്ചയാണ് അത്. എന്താണ് ആ കാഴ്ച? The ship is sinking with her playing band. കപ്പല് മുങ്ങിത്താഴുമ്പോഴും കപ്പലിലെ മ്യൂസിക് ബാൻഡ് വളരെ ധൈര്യത്തോടു കൂടി ആ പാട്ട് പാടുകയാണ്, റിലീജിയസ് സോങ് ആലപിക്കുകയാണ്. All glory to Smith and the Titanic's men. ഇതിന്റെ മുഴുവൻ മഹത്വം ആരിലാണുള്ളത്? ടൈറ്റാനിക്കിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ക്യാപ്റ്റൻ സ്മിത്ത്. അദ്ദേഹം ആ യാത്രയിൽ മരണപ്പെടുകയാണ്. കപ്പലിൽ നിന്ന് കപ്പൽ മുങ്ങി അദ്ദേഹവും മരണപ്പെടുകയാണ്. എന്നാലും അദ്ദേഹത്തിന്റെ മഹത്വം, ഓൾ ഗ്ലോറി ടു സ്മിത്ത് ആൻഡ് ദ ടൈറ്റാനിക്സ് മാൻ. ടൈറ്റാനിക്കിലെ എല്ലാ യാത്രക്കാരും, അതുപോലെ ടൈറ്റാനിക്കിന്റെ ക്രൂ സ്മിത്തിനെ സഹായിച്ചുകൊണ്ട്, സ്മിത്തിന്റെ നേതൃത്വത്തിൽ ഉള്ള സ്മിത്തിന്റെ ടീം, ഇവരുടെ അതിധീരമായ ആ ഒരു പ്രവൃത്തിയെ, കപ്പൽ മുങ്ങിപ്പോകുമ്പോഴും മ്യൂസിക് ബാൻഡിനോടൊത്ത് പാടിക്കൊണ്ട് മരണത്തിലേക്ക് അടുത്ത ആ ഒരു പ്രവൃത്തിയെ പോയിട്ട് ഇവിടെ ഉപമിക്കുന്നത് എന്തായിട്ടാണെന്ന് നോക്കൂ. They bring Trafalgar's heroes to memory again. 1800 കാലഘട്ടത്തിൽ 1805
ഇംഗ്ലണ്ടിൽ നടന്ന ബാറ്റിൽ ഓഫ് ട്രഫാൽഗറിനെ പറ്റിയിട്ടാണ്. ഇറ്റ് വാസ് എ നേവൽ എൻഗേജ്മെന്റ്. ഒരു എന്താണ് കപ്പലിൽ ഒരു കടലിൽ വെച്ച് നടന്ന ഒരു യുദ്ധമാണ്. ബ്രിട്ടീഷ് റോയൽ നേവി അഗെയിൻസ്റ്റ് ദ കമ്പൈൻഡ് ഫ്ലീറ്റ്സ് ഓഫ് ഫ്രഞ്ച് ആൻഡ് സ്പാനിഷ് നേവീസ്. ഫ്രഞ്ച് സ്പാനിഷ് സൈന്യം ഇംഗ്ലണ്ടിനെ ആക്രമിക്കാൻ ഒരുങ്ങിയപ്പോൾ ട്രഫാൽഗറിൽ വെച്ച് ബ്രിട്ടീഷ് റോയൽ നേവി ഈ ഫ്രഞ്ച് സ്പാനിഷ് സഖ്യത്തെ പരാജയപ്പെടുത്തി വിജയത്തിലേക്ക് നയിച്ച ആ ട്രഫാൽഗറിന്റെ പോരാട്ടത്തെ വീണ്ടും സ്മരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ വീണ്ടും ചിത്രീകരിക്കുന്ന രീതിയിലാണ് ക്യാപ്റ്റൻ സ്മിത്തും അദ്ദേഹത്തിന്റെ ആൾക്കാരും കപ്പലിലെ യാത്രക്കാരും വളരെ ധീരതയോടെ അവിടെ ഉണ്ടായത്. ആൻഡ് ദാറ്റ് ഹാർട്ട് thrilling tale of Alamo, and the last grand charge at Waterloo, and that charge of the Light Brigade as well, and Jim Bloodsore's act on the Prairie Belle. മറ്റൊരു യുദ്ധവിജയത്തെ കൂടി അത് ഓർമ്മിപ്പിക്കുന്നു. അലാമോ, ദ ബാറ്റിൽ ഓഫ് ദി അലാമോ, 1836 നടന്ന ബാറ്റിൽ ഓഫ് അലാമോ. It was a pivotal event in Texas Revolution. The Texian defeated the Mexican army at the Battle of San Jacinto. മറ്റൊരു യുദ്ധത്തിലെ അതിധീരമായ പ്രവൃത്തിയെ, ടെക്സിയൻസിന്റെ ധൈര്യത്തെയാണ് കവി മറ്റൊരു ഉദാഹരണമായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. യാത്രക്കാരുടെ ധൈര്യത്തെ പറ്റി പറയുമ്പോൾ അതുപോലെ തന്നെ ചാർജ് അറ്റ് വാട്ടർലൂ എന്നത് വളരെ ലോകപ്രശസ്തമായ ഒരു യുദ്ധമാണ്. ദ ബാറ്റിൽ ഓഫ് വാട്ടർലൂ വാസ് ഫോർട്ട് ഓൺ 1815 നിയർ വാട്ടർലൂ ഇൻ പ്രസന്റ് ഡേ ഇന്നത്തെ ബെൽജിയത്തിലുള്ള വാട്ടർലൂ എന്നുള്ള സ്ഥലത്ത് വെച്ചാണ് എംപറർ നെപ്പോളിയൻ വാസ് ഡിഫീറ്റഡ് ബൈ ദ ആർമീസ് ഓഫ് ദ 7th കൊളീഷൻ. സപ്തകക്ഷി രാജ്യങ്ങൾ ഒക്കെ ഒരുമിച്ച് ചേർന്ന് അതിശക്തനായ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് വാട്ടർലൂ 1815 നടന്ന. അപ്പോൾ വാട്ടർലൂ എന്ന് നമ്മൾ ഇന്നൊരു വാട്ട് വി ക്യാൻ കോൾ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എൻ യൂസേജ് ടു സേ ദ ലാസ്റ്റ് വാർ ഓഫ് സമൺ. ആരുടെയെങ്കിലും അവസാന പോരാട്ടത്തെ, ആ പോരാട്ടത്തോടു കൂടി അവരില്ലാതാവുകയാണെങ്കിൽ അത്തരം പോരാട്ടത്തെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൂടിയാണ് ഇന്ന് വാട്ടർലൂ. ആക്ച്വലി ഇറ്റ് വാസ് എ ബാറ്റിൽ where great emperor Napoleon was defeated. So the courageous act of the men at the sea, men on the ship is compared as the Waterloo. അതുപോലെ തന്നെ the Light Brigade മറ്റൊരു അതിമാത്രമായ ഒരു പോരാട്ടമാണ്. The charge of the Light Brigade was a charge of British light cavalry against Russian forces during the Battle of Balaclava 1854. ബ്രിട്ടീഷുകാരുടെ കാവൽറി കുതിരപ്പട റഷ്യൻ ഫോഴ്സസിനെതിരെ പോരാടി വിജയം കൈവരിച്ച ആ ഒരു യുദ്ധത്തിന്റെ പോരാട്ടത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ടൈറ്റാനിക്കിലെ അവസാന നിമിഷങ്ങൾ. അതുപോലെ തന്നെ അവസാന നിമിഷങ്ങളിലെ ക്യാപ്റ്റന്റെയും ക്രൂയുടെയും യാത്രക്കാരുടെയും ധൈര്യത്തെ ജിം ബ്ലഡ്സോ ആയിട്ടും കമ്പയർ ചെയ്യുന്നു. He was an engineer who died while saving the lives of the passengers of a boat called Prairie Belle on Mississippi River. He became instantly popular, and John Hay wrote a poem about him titled Jim Bloodsoe of the Prairie Belle. So മറ്റൊരു ധീരനായ പോരാളിയായിരുന്നു, ധീരനായ ഒരു ക്യാപ്റ്റൻ ആയിരുന്നു, എഞ്ചിനീയർ ആയിരുന്നു ജിം ബ്ലഡ്സോ. അദ്ദേഹം തന്റെ ജീവൻ പണയം വെച്ച് ഒരുപാട് ആൾക്കാരെ ഒരു ബോട്ടിൽ നിന്നും മിസിസിപ്പി റിവറിൽ അകപ്പെട്ട താഴ്ന്നു പോകാൻ നിന്ന ബോട്ടിൽ നിന്നും വളരെ സാഹസികമായിട്ട് ഒരുപാട് ആൾക്കാരെ വളരെ ധൈര്യത്തോടുകൂടി രക്ഷിച്ച അദ്ദേഹത്തെയും കവി ഈ ഒരു പോരാട്ടവുമായി തട്ടിച്ചു നോക്കുകയാണ്, ഈ യാത്രക്കാരുടെ ധൈര്യവുമായി. And we are entering to the last stanza, concluding stanza. And with these down the corridors of all time, the Titanic story shall sound sublime. For never was courage more noble and true than was shown on that night by the Titanic's crew. ഇത്രയും മഹത്തരമായിട്ടുള്ള ഷിപ്പിന്റെ അതിദാരുണമായിട്ടുള്ള ഈ ഒരു ദുരന്തത്തെ
ലോകം എന്തായാലും സ്മരിക്കും. അതുപോലെ തന്നെ ഈ ഷിപ്പിന്റെ മഹത്വത്തെ പറ്റിയും ലോകം സ്മരിക്കും. അതിലൊക്കെ ഉപരി ടൈറ്റാനിക്കിലെ ജോലിക്കാരുടെ കഥയും ടൈറ്റാനിക്കിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല ടൈറ്റാനിക്സിന്റെ ക്രൂയുടെ കഥയും ലോകം മുഴുവൻ പിൽക്കാലത്ത് സ്മരിക്കപ്പെടും. അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് 100ഓളം അല്ലെങ്കിൽ 100ലധികം വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇന്ന് ടൈറ്റാനിക്കിനെ പറ്റി ഈ ഒരു പോയം പഠിക്കുന്നതും അതിൻ്റെ മഹത്വത്തെ പറ്റി നമ്മൾ കേൾക്കുന്നതും. അന്ന് കവി പറഞ്ഞതുപോലെ തന്നെ ഇത്രയും മഹത്തരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ടൈറ്റാനിക്കും ടൈറ്റാനിക്കിൻ്റെ മെയ്ഡൻ ജേണിയും. ആ മെയ്ഡൻ ജേണിയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു റക്കും ആ ഒരു ഡിസാസ്റ്റർ മാത്രമല്ല, ഡിസാസ്റ്ററിന് ശേഷം അതിലെ ജീവനക്കാരും ക്യാപ്റ്റനും അതിലെ യാത്രക്കാരും വളരെ ധീരമായിട്ട് തന്നെ ജീവിതത്തിനോട് പോരാടുകയും മരണത്തെ അതിധീരതയോടുകൂടി സ്വീകരിക്കുകയും ചെയ്ത ആ ഒരു യാത്രയും അതിമനോഹരമായിട്ട് തന്നെ എപ്പോഴും എല്ലാവരുടെ ഇടയിലും ലോക ചരിത്രത്തിലെ ഡൗൺ ദ കോറിഡോർസ് ഓഫ് ഓൾ ടൈം, ലോക ചരിത്രത്തിന്റെ ഇടനാഴികളിൽ എന്നും മുഴങ്ങുന്ന ഒരു ശബ്ദമായിട്ട് ടൈറ്റാനിക്കിന്റെ സ്റ്റോറി, ദ സ്റ്റോറി ഓഫ് ടൈറ്റാനിക് ഷാൽ സൗണ്ട് sublime, for never was courage more noble and true than was shown on that night by the Titanic's crew. So not only about the Titanic, it's about the Titanic and it's about the maiden journey, the grandeur, the grandeur of Titanic, same time the beauty of Titanic, and along with these things the courage of the people who traveled on Titanic, the captain, the crew, the members of the crew, everybody will be remembered by the world forever. That much of great was the Titanic. This is what we can see in the beautiful poem, The Wreck of the Titanic. And go through the question answers. They are very simple. I will share you the question answer, read and respond to questions that you can read. And here is we needed to write an appreciation of the poem that can also be given to you. Prepare well. Thank you.